എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് മസ്കറ്റിലെ മത്രയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. പൂർണ്ണമായി ഉൾപ്പെടുത്തുക തൽക്കാലം അസാധ്യമായതിനാൽ പിന്നൊരു വീഡിയോ ഫുൾ ലെങ്തായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം കുറച്ച് പോർഷൻസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൻപുറത്ത് മസ്കറ്റിൽ ഒരിക്കൽ പോലും വരാത്ത ആൾക്കാർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ഒരു നാട്ടിലേക്ക് എല്ലാവർക്കും പോയി എല്ലാ കാഴ്ചകളും കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അത്യാവശ്യം ഒരു രാജ്യത്തിന്റെ ഏറ്റവും കാഴ്ചയ്ക്ക് ഭംഗിയുള്ള സ്ഥലങ്ങൾ ഒപ്പിയെടുത്ത് നമ്മൾ കാണാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞാൻ ഇതിലൂടെ നിർവഹിക്കാൻ ശ്രമിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് മുന്നോടിയായിട്ട് അറിയിക്കുന്നു. മസ്കറ്റിലെ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണിത്. ശരിക്കും കടലും ഈ പാർക്കും തമ്മിൽ പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല. എപ്പോഴെങ്കിലും പോയവർക്ക് അറിയാൻ കഴിയും. ആ കാണുന്നതാണ് എന്താ പറയുക, ഒരു ഗോളാകൃതിയിലിരിക്കുന്ന അവിടെ കുറച്ച് സ്റ്റെപ്പുകൾ കയറി മുകളിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ വിസ്മയിക്കുന്ന കാഴ്ചകൾ ആണെന്ന് ഏകദേശം പറയാൻ കഴിയും. കാരണം ഞാൻ ഒരിക്കൽ അതിന്റെ മുകളിൽ കയറിയതായിരുന്നു. മുകളിൽ കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ഈ കടൽ കാഴ്ചകളും കരക്കാഴ്ചകളും ഒക്കെ കുറച്ച് നന്നായിട്ട് വിസിബിളായിട്ട് കാണാൻ കഴിയും. മറ്റൊരു സവിശേഷത, നിങ്ങൾ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ, വീഡിയോയിൽ കാണുന്നത് പോലെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരു പ്രത്യേക പരിഗണനയാണ് ഈ ചെടികൾക്ക് വേണ്ടിയിട്ട്. ചെടികളെ കെയർ ചെയ്യുന്ന ഒരു രീതി ഒരുപക്ഷെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലോ അല്ലെങ്കിൽ നമ്മളുടെ സിറ്റികളിലോ ഒന്നും കണ്ടുവരാത്ത കാഴ്ചകളാണ്. ഇവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നടക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നന്നായിട്ടാണ് ആ വർക്കുകളെല്ലാം കൃത്യമായിട്ട് അവർ ചെയ്തു പോകുന്നത്. തുടർന്ന് കാണാൻ കഴിയുന്നത് കടലുമായിട്ട് അനുബന്ധമായിട്ട് കിടക്കുന്ന ആ ഒരു ഏരിയയിലേക്കാണ് ഇപ്പം ക്യാമറ പോകുന്നത്. നിങ്ങൾക്ക് വഴിവിളക്കുകൾ കാണാൻ കഴിയും. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ പാർക്കിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ സീനറീസ് എല്ലാം നമുക്ക് ഹൃദ്യമായിട്ട് അനുഭവപ്പെടുന്നത്. പാർക്കിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ്. ഞാൻ സന്ധ്യയ്ക്കാണ് വന്നതും സന്ധ്യയ്ക്കാണ് ഇത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതും. അതുകൊണ്ട് തന്നെ ഈ പാർക്കിന്റെ ഉൾവശം ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല എനിക്ക്. പിന്നെ നെക്സ്റ്റ് ടൈമിൽ ഒരു ഫുള്ളായിട്ടൊരു വീഡിയോ മത്രയുടെയും അല്ലെന്നുണ്ടെങ്കിൽ പുരാതനമായിട്ടുള്ള പാക്കപ്പൽ എന്ന് പറയപ്പെടുന്ന, നമ്മുടെ നാട്ടിലൊക്കെ പാക്കപ്പൽ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, അതിന്റെ വ്യത്യസ്തമായ ഒരു വെർഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന പാക്കപ്പലിനെ പറയാൻ സാധിക്കും. പൊതുവെ ഗൾഫ് രാജ്യങ്ങളിൽ ഫാസ്റ്റ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. വിദേശിയായാലും സ്വദേശിയായാലും ഫാസ്റ്റ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുമാതിരി റോഡുകളാണ് ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് റോഡ് ക്രോസ് ചെയ്യാനുള്ള ശ്രമം കുറച്ചു നേരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇതിൻ്റെ എന്താ പറയുക, ഞാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ശാന്തമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കായലിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി പോലെയാണ് കടലും കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകളിലൊക്കെ പ്രത്യേകിച്ചും കടൽ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത് പാറകൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരു തരം
എങ്ങനെയാ അതിനെ പറയുക, മറ്റൊരു തരം സിമെന്റിൽ നിർമ്മിച്ച ഒരു തരം കുരിശ് മാതിരിയുള്ള ഒരു ഒരു സംഭവം തന്നെയാണ് കരയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മസ്കറ്റ് കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാലതാമസമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു.